ജില്ലയിൽ വന്നിട്ട് വളരെ നല്ല പ്രകടനങ്ങളാണ് നമ്മുടെ ഷിഹാബ് സാറ് കാഴ്ചവെച്ചിട്ടുള്ളത്. അദ്ദേഹം ജോയിൻ ചെയ്ത കൊഞ്ചിറുവിള സ്കൂളിൽ പ്രത്യേകമായി അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതാണ്. അദ്ദേഹം അവിടെ ഒരു ചാനല് അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ക്രിയേറ്റ് ചെയ്തു. വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ സമീപിക്കുകയും KTF-ലേക്ക് ക്ഷണിക്കുകയും വളരെ സന്തോഷപൂർവ്വം ഇതിലേക്ക് കടന്നു വരികയും അന്നു മുതൽ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുണ്ട് ഷിഹാബ് സാറ്. അദ്ദേഹത്തിന്റെ കഴിവുകൾ അത് നമ്മളൊക്കെ അടുത്തറിഞ്ഞിട്ടുള്ളതാണ്. വളരെ ഏറെ അധ്യാപകർക്ക് സഹായകരമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുകയും ഇന്നത്തെ ക്ലാസ് നിയന്ത്രിക്കുവാൻ വേണ്ടി ഷിഹാബ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. കൂടുതൽ ആമുഖമായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് സാർ, തുടങ്ങാം. ഓക്കെ, ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലിബർ ഓഫീസ് ഡ്രോ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. ഇതുപയോഗിച്ച് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അനീസാർ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിന് ആവശ്യമായ റീഡിംഗ് കാർഡുകൾ നമുക്ക് ലിബർ ഓഫീസ് ഡ്രോ വെച്ച് തയ്യാറാക്കാം. മാത്രവുമല്ല, ഓരോ ദിനങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റും പല സ്കൂളുകളൊക്കെ ഷെയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പോസ്റ്ററുകളും മറ്റും ചിലരൊക്കെ മൊബൈലിൽ പോസ്റ്ററുകൾ ഉണ്ടാക്കി ഷെയർ ചെയ്യാറുണ്ടാകും. നമ്മുടെ സ്കൂളിന് ആവശ്യമായ പോസ്റ്ററുകൾ അതും ഈ ലിബർ ഓഫീസ് ഡ്രോ എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തയ്യാറാക്കാം. അതേപോലെ ഇതാണ് ഇന്ന് പറയുന്നുള്ളൂ. ഇന്ന് റീഡിംഗ് കാർഡും ഒരു പോസ്റ്ററൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ള കാര്യമാണ്. ഞാൻ നേരെ ആപ്ലിക്കേഷനിലേക്ക് പോവാണ്. എന്റെ സ്ക്രീൻ കാണാലോ അല്ലേ? ഓക്കെ, കാണുന്നുണ്ട്. ഇവിടെ അപ്ലിക്കേഷൻ എന്ന് കാണാം. നമ്മുടെ ഇന്നലെ പോയ അതേ വഴികൾ തന്നെയാണ്. അപ്ലിക്കേഷൻ എന്ന് കാണാം. അപ്ലിക്കേഷനിൽ പോയി ഓഫീസ് എന്നതിലേക്ക് പോകും. ഓഫീസ് എന്നതിൽ നിന്ന് ലിബർ ഓഫീസ് ഡ്രോ എന്നത് ക്ലിക്ക് ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറയാം. അപ്ലിക്കേഷനിലേക്ക് പോവുക, അതിൽ ഓഫീസ് എന്നതിലേക്ക് പോവുക, അതിൽ ലിബർ ഓഫീസ് ബേസ്, കാൽക്ക്, ഡ്രോ, ഇംപ്രഷൻ കുറേ ഉണ്ട്. അതിൽ ലിബർ ഓഫീസ് ഡ്രോ ഇതാണ് നമുക്ക് വേണ്ടത്. ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ലിബർ ഓഫീസ് ഡ്രോ ഇവിടെ എൻ്റെ മുമ്പിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ലിബർ ഓഫീസ് ഡ്രോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയ മാഗസിനൊക്കെ ഇതിൽ തയ്യാറാക്കാം. ചെറിയ മാഗസിൻ തയ്യാറാക്കാം, വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ കുറച്ച് കാര്യം, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അതായത് നമ്മുടെ സ്കൂളിന് ആവശ്യമായ റീഡിംഗ് കാർഡുകളും പോസ്റ്ററുകളും എങ്ങനെ തയ്യാറാക്കാൻ എന്നുള്ള ഒന്ന് ഈ പേജ് ഡിസൈൻ ചെയ്തിട്ട് ഒരു റീഡിംഗ് കാർഡ് തയ്യാറാക്കുന്ന രൂപമാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് മുന്നേ ഒന്ന് രണ്ട് ഷേപ്പുകൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈഡ് ബാർ സെറ്റിംഗ്സ് എന്ന് കാണാം. റൈറ്റ് സൈഡിൽ മൗസ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നാൽ സൈഡ് ബാർ സെറ്റിംഗ്സ് എന്ന് കാണാം. അതിന് താഴെ പ്രോപ്പർട്ടീസ് എന്ന് കാണാം. അതിന് താഴെ ഷേപ്സ് എന്ന് കാണാം. ഈ ഷേപ്സ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഒരുപാട് ഷേപ്പുകൾ വരും. ലൈൻ ആരോസ്, കർവ്, കണക്ടേഴ്സ്, ബേസിക് ഷേപ്സ്, സിംബൽസ്, ബ്ലോക്ക് ആരോസ്, ഇങ്ങനെ ഒരുപാട് ഷേപ്പുകൾ വരും. ഇത് ഇൻസേർട്ട് ലൈൻ വരയ്ക്കാനാണ്. ഞാനിതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ ലൈൻ വരയ്ക്കാനാണ്. അത് എന്തിനാണെന്ന് ഇപ്പൊ നിങ്ങൾക്കൊരു പക്ഷേ ഒരു ഐഡിയ കിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഈ പേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഷേപ്പുകൾ പലതും നമുക്ക് ആവശ്യം വരും.
അതുകൊണ്ട് എല്ലാ ഷേപ്പുകളെ കുറിച്ച് നമ്മൾ ഒരു ചെറിയ ധാരണ ഉണ്ടാക്കി വെക്കണം. കാരണം ചില വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു വര കൊടുക്കാൻ ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് നമ്മൾ ആലോചിക്കും. അപ്പൊ ആ സമയത്താണ് ഈ ലൈനിന് ഉപകാരം വരിക. അപ്പോ ഇങ്ങനെ ഇപ്പൊ ഞാൻ ഈ വരച്ച വര വളഞ്ഞാണ് പോയിരിക്കുന്നത് അല്ലെ. ഒരു പക്ഷെ നമ്മുടെ കൈയിന്റെ മൗസ് ശരിക്കും പിടുത്തം ശരിയാവാത്തതുകൊണ്ട് വളഞ്ഞു പോവാനുള്ള സാധ്യത ഉണ്ട് ലൈനിന്. അങ്ങനെ വളയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ നമ്മുടെ കീബോർഡില് ഷിഫ്റ്റ് കീ ഒന്ന് അമർത്തി പിടിച്ചുകൊണ്ട് വരയ്ക്കുക. ഇപ്പോ ലൈൻ വളയാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് വന്നു. ഇതിങ്ങനെ ഹോറിസോണ്ടലായിട്ടും ഒക്കെ കിട്ടും. വലത്തോട്ടാണെങ്കിലും താഴോട്ടാണെങ്കിലും ഈ ലൈൻ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ വളയാതെ കിട്ടും. അതുപോലെ തന്നെ ഇതിൽ വേറെയും കുറെ ലൈനുകൾ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ചാൽ മതി. ലൈൻ ആരോ ആരോ അവസാനം വരുന്നത്, പിന്നെ സർക്കിളും ആരോയും വരുന്നത്, ഇങ്ങനെ ഒരുപാട് ലൈനുകളുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും ഞാൻ ബേസിക് ഷേപ്പുകളിലേക്ക് പോവാം. ഇതിലും ഒന്ന് രണ്ട് ഷേപ്പുകൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ആണ്, ഇത് റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിൾ എന്നുള്ള ഈ ഷേപ്പ് നമുക്ക് വരക്കാം. നമ്മൾ 4ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു മുസ്തത്തിലും ദായിറത്തും മുറബ്ബവും മുസല്ലസൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഇത് റെക്റ്റാങ്കിൾ റൗണ്ടഡ് ആണ്. അതായത് ഇതിന്റെ റൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട്. റെക്റ്റാങ്കിൾ തന്നെയാണ്, പക്ഷെ ഇതിന്റെ 4 കോർണറും റൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ബേസിക് ഷേപ്പിലും കുറെ ഷേപ്പുകൾ ഉണ്ട്. നിങ്ങളൊക്കെ ഒന്ന് എന്താണെന്ന് നോക്കി ധാരണ വയ്ക്കാം. ഇനി ഇവിടെ കർവുകളുണ്ട്. ഇതിൽ 1-2 പരിചയപ്പെടാം. ഇതിൽ ഈ കർവ് ഇതെന്താന്ന് വെച്ചാൽ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഫ്രീ ഫോം ലൈനാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കാൻ പറ്റിയ ഒരു ഇതാണ്. ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറെ ആവശ്യമുള്ള ഒരു ഷേപ്പാണ് ഫ്രീ ഫോം ലൈൻ എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കാം. വരയ്ക്കുമ്പോൾ എങ്ങനെയാന്ന് ശ്രദ്ധിക്കാം. നമ്മളെല്ലാം വരയ്ക്കുമ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അമർത്തി പിടിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. ലൈനും ഷേപ്പുകളൊക്കെ നമ്മൾ ആദ്യം ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കാൻ പറ്റിയ അവിടെ കൊണ്ടുപോയി വെച്ചു. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കാൻ പറ്റിയ ഒരു കർവ് ഷേപ്പാണ് ഫ്രീ ഫോം ലൈൻ എന്നുള്ളത്. അങ്ങനെ ഇതിൽ വേറെയും കുറെ ഷേപ്പുകളുണ്ട്. ഇത്രയാണ് ഞാൻ ഷേപ്പുകൾ പറയുന്നുള്ളൂ. ഒരുപാട് ഷേപ്പുകൾ ഇതിലുണ്ട്. നിങ്ങൾ ഇരുന്ന് ഏതൊക്കെ ഷേപ്പുകളാണ് എന്ന് നിങ്ങൾ ഒന്ന് വരച്ചു നോക്കുമ്പോൾ അത് മനസ്സിലാവും ഏതൊക്കെ ഷേപ്പുകളാണ് എന്നുള്ളത്. ഇനി ഞാൻ നേരെ ഈ പേജ് ഡിസൈൻ ചെയ്യുന്നതിലേക്ക് പോവാണ്. നമ്മൾ എന്ത് കാര്യം ഡിസൈൻ ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ഒരു വർക്ക് റീഡിംഗ് കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ഉണ്ടാക്കാൻ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കണം, ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടായിരിക്കണം. നമ്മൾ ഈ പേജിന് എന്ത് കളർ കൊടുക്കും, ഈ പേജിൽ നമ്മൾ ഏതൊക്കെ ഷേപ്പുകൾ ഉപയോഗിക്കും, ആ ഷേപ്പുകൾക്കൊക്കെ എന്ത് കളർ കൊടുക്കും, അതിന് ലൈൻ കൊടുക്കോ ഇല്ലേ, ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു സ്റ്റോറി ബോർഡ് തയ്യാറാക്കി വെക്കണം. അപ്പോഴാണ് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇതിലേക്ക് പോവാണ്. ഈ പേജ് ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ പേജ് വലുതാക്കാനും ചെറുതാക്കാനും എന്താ ചെയ്യാന്ന് വെച്ചാൽ കൺട്രോൾ കീ അമർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ മൗസിലെ സ്ക്രോൾ കീ ഉണ്ടല്ലോ, മൗസിലെ നടുവിലുള്ള ചക്രം, അത് മുന്നോട്ട് തിരിച്ചാൽ വലുതാവും, പേജ് ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് ഷേപ്പുകളൊക്കെ പേജ് സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നന്നായി വലുതാക്കിയിട്ട് ചെയ്താലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് നമുക്ക് കൺട്രോൾ കീ അമർത്തി പിടിച്ചുകൊണ്ട് മൗസിലെ സ്ക്രോൾ കീ മുന്നോട്ടാക്കി കഴിഞ്ഞാൽ ഇത് വലുതാവും, പുറകോട്ടാക്കി കഴിഞ്ഞാൽ ഇത് ചെറുതായി പോവുകയും ചെയ്യും. ഈ തരത്തിലാണ് പേജ് വലുതായി കാണാനും ചെറുതായി കാണാനും ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ലാപ്പിന്റെ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാനുവൽ രീതിയിൽ
സൂം ഔട്ട് ഉണ്ട്. സൂമിന് കൊടുത്താൽ വലുതാവും, സൂം ഔട്ട് കൊടുത്താൽ ചെറുതാവും. ഈ തരത്തിൽ നമുക്ക് വലുതാക്കും ചെറുതാക്കും ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ അല്ലേ? തുടരാലോ അല്ലേ? ഓക്കെയാണ് സാർ, ഓക്കെയാണ്. ഹലോ, നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പേജിന് ഒരു നിറം കൊടുക്കുകയാണ്. റീഡിംഗ് കാർഡ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഈ പേജിന് ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു നിറം കൊടുക്കുന്ന പരിപാടിയാണ് ആദ്യം ചെയ്യുന്നത്. ഇതിന് ചെയ്യേണ്ടത് ഒരുപാട് വഴികളുണ്ട്. ഇത് എളുപ്പമുള്ളൊരു വഴിയാണ് പറയുന്നത്. പേജിൽ വന്നിട്ട് നമ്മൾ മൗസിലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എങ്ങനെ? പേജിൽ നിന്നുകൊണ്ട് മൗസിലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ പേജ് എന്ന് കാണാം. ഈ പേജ് എന്നതിൽ നിന്ന് പ്രോപ്പർട്ടീസ് എന്നതിലേക്ക് പോവുക. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ പേജിലെ നിന്നുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ബട്ടൺ അമർത്തുക. അപ്പോൾ പേജ് എന്ന് കാണാം. പേജിന്റെ റൈറ്റിൽ വന്ന ഇതിൽ പ്രോപ്പർട്ടീസ് എന്നതിലേക്ക് പോവുക. അപ്പൊ ഇങ്ങനെ ഒരു പുതിയ വിൻഡോ വരും. ഇവിടെ കാണാം പേജ് എന്ന് കാണാം, ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാം, ട്രാൻസ്പെറൻസി എന്ന് കാണാം. ഇതിലെ ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ചിലപ്പോൾ ഇതുപോലെ നൺ കളർ ഗ്രേഡിയന്റ് ഇങ്ങനൊന്നുമല്ല വന്നിട്ടുള്ളത് എങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും. ഇവിടെ ഇപ്പോൾ നെൺ എന്നാണ് കാണിക്കുന്നത്, നെണ്ണാണ് ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത്. അതായത് പേജിനൊരു കളറും ഇല്ല. നമ്മൾ പേജിന് കളർ കൊടുക്കണമെങ്കിൽ ഇവിടെ കളർ എന്നതിൽ ക്ലിക്ക് ചെയ്യണം. കളർ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് താഴെ വന്ന് ഓക്കെ ബട്ടൺ അമർത്തുക. ഇപ്പൊ നമ്മൾ പേജിന് കളർ വന്നു. ഒന്നുകൂടെ പറയണോ? സാർ കേൾക്കാൻ ഇടയ്ക്ക് എന്തൊക്കെയോ നോയിസ് ഉണ്ട്, കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട് സാർ. അപ്പം സാറിന്റെ എവിടെയാണെന്ന് അറിയത്തില്ല, ഒന്ന് ക്ലിയർ ചെയ്യണം സാർ പ്ലീസ്. ഓക്കെ ഓക്കെ. ഹലോ, ഓക്കെ പറഞ്ഞോളൂ ഓക്കെ സാർ, സാർ. പറഞ്ഞോളൂ. ഒന്നുകൂടെ പറയാം. പേജിലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേജ് എന്ന് കാണും. അതിൽ വന്നിട്ട് പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നതിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചിലർക്ക് ഇങ്ങനെ പേജ് എന്നതിലാവും കാണുക, ചിലർക്ക് ചിലപ്പോൾ ഇങ്ങനെയാവും കാണുക. അപ്പൊ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കളർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യുക. ഇപ്പൊ പേജിൽ കളർ വന്നു. പക്ഷെ ഈ കളർ എന്തല്ല, ഒരു മാർജിൻ ഉണ്ട്. ടോപ്പിലും ലെഫ്റ്റിലും റൈറ്റിലും ബോട്ടമിലും ഒരു മാർജിൻ ഉണ്ട്. ഈ മാർജിൻ കൂടെ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, ഈ പേജ് മുഴുവനായിട്ടാണ് നമുക്ക് കളർ തരണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതേ വഴി തന്നെയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേജ് എന്നതിൽ പോവുക, പ്രോപ്പർട്ടീസ് എന്നതിൽ പോവുക. ഇവിടെ നമ്മൾ കളറിന് ഇവിടെ ക്ലിക്ക് ചെയ്തു അല്ലേ? അതിന് പകരം ഇനി പേജ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നതിലാണ് നമ്മൾ കടന്നിരുന്നത് നേരത്തെ. ഇനി പേജ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണാം A4 ഷീറ്റ് എന്നൊക്കെ കാണാം. നമുക്ക് ഏത് സൈസ് പ്രിന്റ് എടുക്കാൻ, നമ്മൾ A4 ഷീറ്റിലൊക്കെയാണ് പ്രിന്റ് എടുക്കണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഇമേജ് ആക്കുന്നതെങ്കിൽ A4 ആക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് പേപ്പറുകൾ ഉണ്ട്, A3 A2 ഒക്കെ ഉണ്ട്. നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യാം. നമ്മൾ തൽക്കാലം A4 ആണ് സെലക്ട് ചെയ്തത്. ഈ വിഡ്ത്തും ഹൈറ്റും A4 സെലക്ട് ചെയ്തപ്പോൾ A4ന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള വിഡ്ത്തും ഹൈറ്റും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഇടുക. അതിനെക്കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യേണ്ട. നമ്മളിവിടെ മാർജിൻസ് എന്നതിലേക്ക് വരിക. ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം ഇതിൽ 1 സെന്റിമീറ്റർ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പേജിൽ ആ ഒരു മാർജിൻ കളർ ഇല്ലാതെ വന്നത്. നമ്മൾ ഈ 1 എന്നത് 0 ആക്കി കൊടുത്തു, റൈറ്റിലും 0 ആക്കി,
ടോപ്പിലും 0 ആക്കി, ബോട്ടമിലും 0 ആക്കി. ഇങ്ങനെ എല്ലായിടത്തും 0 ആക്കി കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. ഇപ്പൊ ഈ പേജ് മുഴുവനായിട്ടും നമ്മുടെ കളറ് അപ്ലൈഡ് ആയി, മുഴുവനായിട്ടും കളർ വന്നു. ഇനി നമുക്ക് കളറല്ല, ഗ്രേഡിയന്റ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ, ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിലേറെ കളറുകൾ, 2 കളറുകളൊക്കെ കൂടി ചേർന്ന് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കൊടുക്കുന്നതെങ്കിൽ അതെങ്ങനെ കൊടുക്കുക എന്നുള്ളത് പറയാം. ഇതേ വഴി തന്നെയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേജ് എന്നതിൽ പോവുക, പ്രോപ്പർട്ടീസ് എന്നതിൽ പോവുക. ഞാൻ വീണ്ടും വീണ്ടും ആ പറഞ്ഞ വഴികൾ ആവർത്തിക്കുന്ന എന്താന്ന് വെച്ചാൽ അത് വീണ്ടും വീണ്ടും കറയായിട്ട് മനസ്സിലിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ പോവുക. നമ്മളിവിടെ കളർ എന്നതാണ് നേരത്തെ കൊടുത്തത്. ഇവിടെ ഗ്രേഡിയന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഗ്രേഡിയന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് 2-3 കളറുകളൊക്കെ മിക്സ് ആയിട്ടുള്ളത് ഇവിടെ കാണാം. 2 കളറുകൾ മിക്സ് ആയിട്ടുള്ളത് കാണാം. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം നമുക്ക്. അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഫ്രം കളർ സെലക്ട്. ഇപ്പൊ ഈ ഒരു പ്രിവ്യൂ ആണ്, ഈ ഒരു കളർ നമുക്ക് വരും. അതായത് ലൈം കളർ ഉണ്ട്, ലൈം കളർ ഉണ്ട്. ഈ 2 കളറും കൂടെ മിക്സ് ആയിട്ട് വന്നു. നമുക്ക് 2 വ്യത്യസ്തമായ കളറുകൾ മിക്സ് ആക്കിയാലാണ് ശരിക്കും മനസ്സിലാക്കുക. ഇവിടെ ഞാൻ ലൈറ്റ് റെഡ് കൊടുത്തു, ഇവിടെ ലൈം കൊടുത്തു. ഇപ്പൊ കണ്ടോ പ്രിവ്യൂല്. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗ്രേഡിയന്റ് കളർ വരും. ഡിസൈനിങ്ങിനൊക്കെ ഗ്രേഡിയന്റ് കളർ നല്ല എയിമാണ് കാണാൻ. വീണ്ടും ഞാനൊരു വഴി കൂടെ പറയാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേജിൽ പോയി, പ്രോപ്പർട്ടീസിൽ പോയി, ഗ്രേഡിയന്റ് എന്നതിന് പകരം ബിറ്റ് മാപ്പ് ക്ലിക്ക് ചെയ്തു. ബിറ്റ് മാപ്പ് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ഇമേജുകളാണ് കേട്ടോ. ഞാനത് ഇനി ഉള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അതൊക്കെ പറയുന്നില്ല, കുറച്ച് സ്പീഡായി പറയാം. അതായത് കാരണം സെയിം വഴികളാണല്ലോ. പേജിൽ പോയി, പ്രോപ്പർട്ടീസിൽ പോയി, ഇവിടെ വന്ന് ബിറ്റ് മാപ്പിൽ വന്ന് ഇവിടെ ഒരുപാട് ഇമേജുകൾ ഉണ്ട്. ഈ ഇമേജുകൾ നമുക്ക് അതിലേക്ക് കൊടുക്കാം. ഇനി നമ്മുടെ വല്ല ഇമേജ്, നമ്മുടെ സിസ്റ്റത്തിലുള്ള നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ്, ഈ ഇമേജ് ഒന്നല്ല കൊടുക്കേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇവിടെ ആഡ് ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആഡ് ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമേജ് എവിടെയാണ് കിടക്കുന്നത് ആ ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തു. അപ്പൊ ഇവിടെ ഈ ഇമേജിന് ഒരു പേര് കൊടുക്കാനാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു അണ്ണാന്റെ ചിത്രം, സ്പിറൽ എന്നുള്ളൊരു പേര് ഞാൻ കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോൾ ഇമേജ് ഇവിടെ വന്നു. ഇമേജ് ഇവിടെ വന്നു. ആ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഉണ്ടോ ഇമേജ് പ്രിവ്യൂ ഈ തരത്തിലാണ് വരുന്നത്. മുഴുവനായിട്ട് കാണുന്നില്ല. ഇവിടെ കുറച്ച് മിസ്സിംഗ് ആയിട്ട്, ഇവിടെയും കുറച്ച് മിസ്സിംഗ് ആയിട്ട്. പിന്നെ ഇത് ടൈലായിട്ടാണ് കിടക്കുന്നത്. ഈ ടൈല് മാറ്റിയിട്ട് കസ്റ്റം പൊസിഷൻ സൈസ് എന്ന് കൊടുത്തു. ഇപ്പോൾ ഇമേജ് ആയിട്ട് തന്നെ വേണം. ഇപ്പോഴും ഈ ഇമേജ് പേജിന്റെ നടുവിൽ വളരെ ചെറുതായിട്ടാണ്. ഇനി അങ്ങനല്ല, പേജ് മുഴുവനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ സ്കെയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ പേജ് മുഴുവനായിട്ടും കാണും. പേജ് മുഴുവനായിട്ടും സ്കെയിൽ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ പേജ് മുഴുവനായിട്ട് കാണും. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇമേജ് ഇവിടെ വന്നു. നമുക്കൊരു ഇമേജ് സാധാരണ രീതിയിൽ കൊണ്ടുവരികയും ചെയ്യാം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും വരയ്ക്കുമ്പോൾ ഇമേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും, നമ്മളറിയാതെ. ഇതാകുമ്പോൾ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ പേസ്റ്റായി കിടക്കുകയാണ്. നമുക്കിതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ മുകളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് യാതൊരു കുഴപ്പവും പറ്റില്ല. അപ്പൊ എല്ലാ ഇമേജും ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ പേസ്റ്റ് ആയി കിടക്കണമെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് പേസ്റ്റ് ആയി കിടക്കണമെങ്കിൽ ഈ വഴിയാണ് ചെയ്യുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേജിൽ പോയി, പ്രോപ്പർട്ടീസിൽ പോയി, ബിറ്റ് മാപ്പ് എന്നതിലാണ് നമ്മൾ ഇമേജുകൾ സെലക്ട് ചെയ്തിട്ട്. ബിറ്റ് മാപ്പ് എന്നതിൽ പോയി ആഡ് ഇമ്പോർട്ട് എന്നതിൽ ചെന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ്
സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്ത് ആ ഇമേജിനൊരു പേര് കൊടുത്തു. ഇമേജ് ഓൾറെഡി അവിടെ ഉള്ളത് കൊണ്ടാണ് അത് വന്നത്. സെയിം ഇമേജ് ആണ് സെലക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ പേര് കൊടുത്ത് ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ ഇമേജ് വരും. എന്നിട്ട് ആ ഇമേജ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് നമ്മുടെ പേജിൽ വരും. അത് പേജ് മുഴുവനായിട്ട് യാതൊരു തടസ്സമില്ലാതെ കാണണമെങ്കിൽ ടൈൽഡ് എന്നത് മാറ്റിയിട്ട് കസ്റ്റം പൊസിഷൻ സൈസ് എന്നതാക്കണം, സ്കെയിൽ എന്നതും കൊടുക്കണം. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജ് നമ്മുടെ പേജിൽ പേസ്റ്റ് ആവും. വീണ്ടും നമ്മൾ പേജിൽ പോവുകയാണ്, പ്രോപ്പർട്ടീസിൽ പോവുകയാണ്. എന്നിട്ട് ഇവിടെ പാറ്റേൺ എന്ന് കാണാം. പാറ്റേൺ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരുപാട് പാറ്റേണുകൾ കാണാം. ഈ പാറ്റേണുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുക്കാം. എല്ലാ പാറ്റേണും വൈറ്റും ബ്ലാക്കും ആണ്. അപ്പൊ നമുക്കിവിടെ ഇഷ്ടമുള്ള ഒരു കളറിലേക്ക്, ഈ പാറ്റേൺ എനിക്ക് ഇഷ്ടമായി പക്ഷെ ഈ കളർ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാറ്റേൺ സെലക്ട് ചെയ്തു. ഇഷ്ടമുള്ള പാറ്റേൺ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഫോർഗ്രൗണ്ട് കളർ എന്നിവിടെ കാണാം. അവിടെ വന്നിട്ട് ബ്ലാക്ക് എന്നത് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് കളർ എന്നത് കാണാം. അവിടെ വൈറ്റ് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മറ്റൊരു കളർ കൊടുക്കുന്നു. അപ്പൊ പാറ്റേണിന്റെ പ്രിവ്യൂ ഇതായി. ഓക്കെ കൊടുക്കുന്നു. ഇപ്പൊ ഈ പാറ്റേൺ നമ്മുടെ പേജിൽ അപ്ലൈ ആയി. സെയിം വഴി തന്നെയാണ് പേജിൽ പോയി പ്രോപ്പർട്ടീസിൽ പോയി പാറ്റേൺ എന്നതിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ സെലക്ട് ചെയ്ത് ബ്ലാക്ക് എന്ന കളർ മാറ്റി കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കളറിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പൊ നമ്മുടെ പേജിൽ തപ്പയോ. ഇനി പാറ്റേൺ മാത്രമല്ല, ഇവിടെ ഹാച്ച് ഉണ്ട്. ഹാച്ചിലും ഇതുപോലെ ഒരുപാട് ഡിസൈനുകൾ ഉണ്ട്. ആ ഡിസൈൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് പ്ലെയിൻ കളർ എന്നുള്ളത് ബ്ലാക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്താൽ അതും വരും. അപ്പൊ ഈ തരത്തിലാണ് പേജ് നോക്കി നമ്മൾ കളർ അല്ലെങ്കിൽ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ചിത്രങ്ങൾ അതല്ലെങ്കിൽ പാറ്റേണോ ഹാച്ചൊക്കെ ചേർക്കുന്നത്. ഇനി നമ്മൾ ഡിസൈനിങ്ങിലേക്ക് പോവുക. ആദ്യം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പേജിന് കളറാണ് കൊടുത്തത്. ഇനി ഇതിനൊരു ഡിസൈൻ ചെയ്ത് വൃത്തിയായിട്ട് ചെയ്യണം. അപ്പൊ അതിന് ഞാൻ കർവ് എന്നതെടുത്തു. കർവില് ഫ്രീ ഫോം ലൈൻ എന്നത് സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഈ കോർണറിൽ ഇവിടെ തുടങ്ങി ഒരു ഡിസൈൻ ഇങ്ങനെ ജസ്റ്റ് വരച്ചു. എന്നിട്ട് ഇതിന്റെ പുറത്തുകൂടെ വന്നിട്ട് ഈ അറ്റം വന്നിട്ട് ഇതില് മുട്ടിച്ചു. അങ്ങനെ മുട്ടിക്കണം. മുട്ടിച്ചാലേ നമുക്ക് ഇതിനകത്ത് കളർ ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ പോയി നമ്മൾ എൻഡ് ചെയ്യണം. എൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താണ്. എൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വരക്കുമ്പോൾ പുറത്തോടെ വരക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഈ കൾസർ കൺട്രോളൊന്നും എവിടെയും പ്രസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് അമർത്തിയപ്പോൾ ഈ നമ്മുടെ പേജ് കുറച്ച് പൊങ്ങിപ്പോയി. ഇനി ഞാൻ വീണ്ടും അത് വരയ്ക്കുകയാണ്. ഫ്രീ ഫോം ലൈൻ എടുത്ത് കുറച്ചുകൂടെ വരക്കാൻ സുഖമാണ്. ഇവിടുന്ന് പുറത്തുനിന്ന് ഇങ്ങനെ ഡിസൈനിൽ വരച്ച് പുറത്തൂടെ തന്നെ വന്ന് ഇവിടെ വന്നിട്ട് വിടുന്നത് ശരിയാവുന്നില്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോ ഇങ്ങനൊരു ഷേപ്പ് വന്നു. നമ്മുടെ പേജിൽ നമ്മുടെ റീഡിംഗ് കാർഡ് തയ്യാറായി കഴിയുമ്പോൾ ഇതേ രീതിയിലാണ് വരിക. അതായത് ഈ പുറത്തുള്ളതൊന്നും നമ്മുടെ പിക്ചറിൽ ഉണ്ടാവില്ല. ഈ അകത്തുള്ള പേജിൽ മുട്ടി നിൽക്കുന്ന സ്ഥലത്തുള്ള ഷേപ്പിലെ കളർ മാത്രമേ വരുള്ളൂ. ഏതുപോലെയെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ പുറത്തുള്ളത് നിങ്ങൾക്ക് കാണാനില്ല. പക്ഷെ നമ്മൾ ഇതിനകത്ത് കളർ ഫിൽ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയപ്പോൾ വരച്ച് ഇവിടെ തന്നെ അതിൽ കൊണ്ട് മുട്ടിച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇനി ഞാൻ ഈ വരച്ച ഷേപ്പിന് കളർ കൊടുക്കാൻ പോകും. കളർ കൊടുക്കാൻ ഇവിടെ
റൈറ്റ് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഷേപ്പ് ഒന്ന് സെലക്ട് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഇവിടെ വന്നിട്ട് മുഷ്ടി ചുരുട്ടിയ ഇത് കാണും. അതായത് ഷേപ്പിന്റെ ലൈനിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുഷ്ടി ചുരുട്ടി നിൽക്കുന്ന ഒരു ചിഹ്നം സിമ്പിള് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെലക്ഷനായി. ഈ ഷേപ്പ് സെലക്ഷനായി എന്നതിന്റെ തെളിവാണ് ഇവിടെ കാണുന്ന നീല ചതുരങ്ങൾ. ഇങ്ങനെ നീല ചതുരങ്ങൾ വന്നാൽ ഈ ഷേപ്പ് സെലക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. കണ്ടോ, വീണ്ടും ഈ മുഷ്ടിയുടെ ചിഹ്നം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ പിടിച്ച് അങ്ങോട്ട് വെച്ചു, ഇങ്ങോട്ട് വെക്കും. ഇങ്ങനെ മൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ കളർ കൊടുക്കാൻ പോകും. കളർ കൊടുക്കാൻ വീണ്ടും ഈ മുഷ്ടി ചിഹ്നം അത് വരുമ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏരിയ എന്ന് കാണും. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏരിയ എന്ന് കാണും. ആ ഏരിയ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന അതേപോലത്തെ ഒരു വിൻഡോ ഇവിടെ വന്നു കഴിഞ്ഞു. ഇവിടെ നേരത്തെ അതേപോലെ തന്നെ നമ്മൾ കളറിൽ പോവുക, ഇഷ്ടമുള്ളൊരു കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ ഗ്രേഡിയന്റ് ആണെങ്കിൽ ഗ്രേഡിയന്റ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ള ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യുക. ബിറ്റ് മാപ്പ്, പാറ്റേൺ വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ഒരു കളറാണ് കൊടുക്കാൻ പോകുന്നത്. ഒരു ലൈൻ കളർ കൊടുത്ത് ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമ്മൾ വരച്ച ഈ ഷേപ്പിനകത്ത് ലൈൻ കളർ ഫില്ലായിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബ്ലാക്ക് ലൈന് നമ്മൾ വരച്ച ഷേപ്പിന് ഈ ലൈൻ കളഞ്ഞാലാണ് ഇത് കുറച്ചുകൂടെ ഭംഗിയാണ്. ബ്ലാക്ക് ലൈൻ. അപ്പൊ നമ്മൾ ഈ ലൈൻ എങ്ങനെ കളയുക എന്ന് നോക്കാം. അതിനും നമ്മൾ ഈ പറഞ്ഞ പോലെ ഷേപ്പ് സെലക്ഷൻ ചെയ്യണം. സെലക്ഷൻ ചെയ്യാൻ ഈ മുഷ്ടിച്ചിഹ്നം വന്നു കഴിഞ്ഞാൽ എടുക്കുക, അമർത്തുക. അപ്പൊ അത് സെലക്റ്റഡ് ആയി. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കളർ കൊടുക്കാൻ ഏരിയയിലാണ് പോയത്. അതിന്റെ തൊട്ട് മുകളിൽ ലൈൻ എന്ന് കാണാം. ലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ കിടക്കുന്നുണ്ട്. ലൈൻ സ്റ്റൈൽ, ലൈൻ പ്രോപ്പർട്ടീസിൽ ലൈൻ സ്റ്റൈലിൽ കണ്ടിന്യൂസ് എന്നുള്ള ഒരു സ്റ്റൈൽ അതിന്റെ പ്രിവ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഈ സ്റ്റൈൽ ഇവിടെ കണക്കുന്നത്. ഇതിന്റെ കണ്ടിന്യൂസ് മാറ്റി വേറെ ആക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രിവ്യൂ ഇവിടെ കാണും. ഇതാണ് ആ ലൈൻ. ഇങ്ങനെ ഒരുപാട് സ്റ്റൈലുകൾ ഉണ്ട് ലൈനിന്. നമുക്ക് ലൈനോട് കൂടെയാണ് ആ ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റൈലൊക്കെ ചെയ്തു കൊടുക്കാം. നമുക്ക് ലൈൻ വേണ്ട, നമ്മളിപ്പോ ലൈൻ ഒഴിവാക്കാനാണ് വന്നത്. അല്ല, ലൈൻ വേണമെന്നാണ് ഒരാളുടെ ആഗ്രഹമെങ്കിൽ ഇവിടെ വന്നിട്ട് ലൈനിൽ ഇഷ്ടമുള്ള ലൈൻ സെലക്ട് ചെയ്താൽ മതി. പക്ഷെ ഞാനിവിടെ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല. ഞാൻ എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഈ ലൈന് വേണ്ട ഒരാൾക്കാണെങ്കിൽ ഇവിടെ ഇഷ്ടമുള്ള ലൈന് സെലക്ട് ചെയ്തിട്ട് അതിന്റെ കളറും കൂടെ ഇവിടെ മാറ്റി കൊടുക്കാം. കളർ ബ്ലാക്ക് ആണ്, ബ്ലാക്ക് മാറ്റിയിട്ട് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. എന്നിട്ട് ഈ വിത്തിൽ വന്നിട്ട് നമ്മുടെ ലൈനിന്റെ വിത്തും വേണമെങ്കിൽ നമുക്ക് നീട്ടി കൊടുക്കാം. ഇങ്ങനെ വിത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പക്ഷെ നമ്മൾ ലൈൻ കളയാനാണ് ഇപ്പോൾ ചെന്നത്. അതെങ്ങനെ നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലൈൻ എന്നതിൽ പോയി ഇവിടെ ലൈൻ സ്റ്റൈലിൽ കണ്ടിന്യൂസ് എന്നതിൽ നൺ എന്നത് കൊടുത്ത് ഒന്നും ചെയ്യേണ്ട, ഓക്കെ കൊടുത്താൽ മതി. അതിന്റെ ലൈന് പോയി കഴിഞ്ഞു. ഞാനിപ്പോ പേജ് ഒന്ന് ചെറുതാക്കി. ഇങ്ങനെ ചെറുതാക്കാന്ന് അറിയാലോ. കൺട്രോൾ കീ അമർത്തിക്കൊണ്ട് മൗസിന്റെ സ്ക്രോൾ കീ ഒന്ന് കറക്കി. അപ്പോൾ പേജ് ഒന്ന് ചെറുതാക്കി. എന്തിനാ പേജ് ചെറുതാക്കിയെന്ന് വെച്ചാൽ ഈ സെയിം ഷേപ്പ്, നമ്മൾ വരച്ച ഈ സെയിം ഷേപ്പ് ഇവിടെയും എനിക്ക് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെയും ഇതേപോലെ ഒന്ന് വരച്ചിട്ട് കൊടുക്കാം. അതിന് പകരം ഞാൻ ചെയ്യുന്നത് സെയിം ഷേപ്പ് കൊടുക്കാനാണ്. അപ്പോൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ സെയിം അളവിൽ സെയിം ഷേപ്പ് തന്നെ കിട്ടണമെന്നില്ല. അപ്പൊ അതിന് ഇതിന്റെ ഒരു കോപ്പി എടുക്കുക ചെയ്യും. കോപ്പി എടുക്കാൻ ഒരു വഴി ഇങ്ങനെ
നേരത്തെ ഈ ഷേപ്പ് ഫില്ലായിരുന്നില്ല, കളർ ഫില്ലായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ലൈനിൽ പോയി നിന്നാൽ മാത്രമേ ഈ മുഷ്ടി ചിഹ്നം കാണുമായിരുന്നു. ഇപ്പൊ ഫില്ലായതുകൊണ്ട് ഇതിന്റെ എവിടെ ചെന്നാലും ഈ മുഷ്ടി ചിഹ്നം കാണും. പിന്നെ എവിടെ ചെന്നാലും ഇതിനെ സെലക്ട് ചെയ്യാൻ പറ്റും, എവിടെ ചെന്നു. അപ്പൊ ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു, ഷേപ്പിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എന്ന് കൊടുത്തു. ഇപ്പോ ഇതേ ഷേപ്പിന്റെ ഒരു കോപ്പി ഇവിടെ ഉണ്ട്. അത് ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ച് വലിച്ചിട്ടാ മനസ്സിലാവും. ഉണ്ടാവും ഒന്ന് ഇവിടെ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എന്നത് കൊടുത്ത് ഇവിടെ വന്ന് പേസ്റ്റ് എന്ന് കൊടുത്തു. എന്നിട്ടൊന്ന് ഇങ്ങോട്ട് വലിച്ചിട്ടാ കിട്ടും. നമ്മൾ സ്പീഡിൽ വർക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി പേസ്റ്റ് ഒക്കെ അടിക്കാൻ ബുദ്ധിമുട്ടല്ലോ. അപ്പൊ അതിന് കൺട്രോൾ കീ അമർത്തിയിട്ട് ഒന്ന് ഇതിനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ കീ അമർത്തിയിട്ട് ഒന്ന് വലിച്ചങ്ങോട്ട് ഇട്ടാൽ വേറൊന്ന് കിട്ടും. അപ്പോൾ ഒന്നിന്റെ ഒരു കോപ്പി എടുക്കാൻ എളുപ്പ വഴി കൺട്രോൾ കീ അമർത്തിയിട്ട് നമ്മൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അമർത്തി ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു കോപ്പി കിട്ടും. അത് പിക്ചർ ആണെങ്കിലും ഷേപ്പ് ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ കോപ്പി കിട്ടാൻ ഇതാണ്. ഇനി നമ്മളിത് ഇവിടെ കൊടുന്നൊക്കെയാണ്. ഇവിടെ കൊടുന്നൊക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം വരച്ച ഈ വേവ് ഉള്ള ഭാഗം അത് ഇങ്ങോട്ട് വരും, ഇപ്പുറത്തേക്ക്. അതിനെന്ത് ചെയ്യും? ഇതിനെ നേരെ ഒന്ന് കറക്കിയെടുക്കാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഷേപ്പിന് ഒരു ക്ലിക്ക് ചെയ്തു. ഒരു ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ കുറെ സ്ക്വയറുകൾ വന്നു, ചതുരങ്ങൾ വന്നിട്ടുണ്ട്. ഈ ചതുരങ്ങൾ വന്നാൽ അതിന്റെ അർത്ഥം നമുക്ക് ഇതിനെ മൂവ് ചെയ്യാനും ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റും. അതാണ്, അതായത് ഇതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. ഈ കോർണറിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ എവിടെ പിടിച്ചിട്ടാണെങ്കിലും നമുക്കിതിനെ ചെറുതാക്കുകയും വലുതാക്കുകയും ഒക്കെ ചെയ്യാം. ഇതാണ് എന്താ, ഇതേ സാധനം തന്നെ നമ്മൾ ഒരു ക്ലിക്ക് ചെയ്താൽ അത് വന്നു. ഒരു ക്ലിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നീല നിറത്തിൽ ചതുരങ്ങളായിരുന്നു വന്നിരുന്നത്. ഇപ്പോ ഒരു ഓറഞ്ച് നിറത്തില് സർക്കിളുകളാണ് വന്നത്. ഈ സർക്കിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കോർണറിൽ ചെന്ന് കഴിഞ്ഞാൽ, ഏതെങ്കിലും കോർണറിൽ ചെന്ന് കഴിഞ്ഞാൽ, നടുവിലെ കോർണറിൽ ചെന്ന് എങ്ങനെയാണ് വരിക? വശങ്ങളിലെ കോർണറുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കറക്കാം. മൗസ് കീ അമർത്തി പിടിച്ചുകൊണ്ട് ഇതിനെ കറക്കിയെടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പഴയ പോലെ ചതുരങ്ങൾ, നീല ചതുരങ്ങൾ വന്നു, സെലക്ഷനായി. ഇതിനെ പിടിച്ച് ഇങ്ങനെ നീക്കി ഇങ്ങോട്ട് വെക്കാം. കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഇതിനെ പിടിച്ച് ഇങ്ങനെ വെക്കാം. അതായത് ഒരു ക്ലിക്കും കൂടെ എക്സ്ട്രാ ചെയ്താലാണ് നമ്മളിതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഇത് വരിക. ഡബിൾ ക്ലിക്ക് ചെയ്ത ഇതില് ഇനി വശങ്ങളിലുള്ളതാണ് കറക്കാൻ. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് നമുക്ക് വേറെ തരത്തിലേക്ക് മാറ്റാൻ പറ്റും. കണ്ടോ? ഇങ്ങനെ വന്നിട്ട് അത് ഇതില് ഈ ഷേപ്പിൽ ശരിക്കും മനസ്സിലാവില്ല. നമ്മളൊരു റെക്ടാങ്കിൾ ഒക്കെ വരച്ചിട്ട് അത് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഒന്ന് കൊടുന്ന് കാണിക്കാം, ഒന്നുകൂടെ കാണിക്കാം. രണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വശത്ത് പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു ക്ലിക്കും കൂടെ ചെയ്യുക. എന്നിട്ട് ഇതിനെ പിടിച്ച് ഇവിടെ വെക്കും. ഇങ്ങനെ വെച്ചു. ഇപ്പൊ നോക്കുക, ഇതിന്റെ പ്രിവ്യൂ ഇവിടെ കാണാം. ഈ തരത്തിൽ വന്നു. ഇനി ഞാനിതിലേക്ക് ഒരു റെക്ടാങ്കിൾ റൗണ്ടഡ് ചേർക്കുക. റെക്ടാങ്കിൾ റൗണ്ടഡ് എടുത്തു. എന്നിട്ട് ഇതിന്റെ സെന്ററിൽ ഇവിടെ കൊടുന്ന് ഇങ്ങനെ വരച്ചു. ഇങ്ങനെ കൊടുന്ന് വരച്ച് ഇതിന്റെ കളറ് നീലയാണ്. എനിക്ക് നീല കളറല്ല വേണ്ടത്, മഞ്ഞ കളറാണ് വേണ്ടത്. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ഇതില് സെലക്ട് ചെയ്യുക. ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ ആവും. സെലക്ഷൻ ആയി കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഏരിയ എന്നതിലേക്ക് പോവുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏരിയ എന്നതിലേക്ക് ചെന്ന് കളർ എന്നതിൽ പോയി യെല്ലോ കളറ് ഞാൻ സെലക്ട് ചെയ്തു. യെല്ലോ കളർ
സെലക്ട് ചെയ്തു. ഇപ്പൊ യെല്ലോ കളർ ഇവിടെയും ലൈൻ വന്നിട്ടുണ്ട്. ആ ലൈനും എനിക്ക് ഒഴിവാക്കണം. ഞാൻ വീണ്ടും ഒരു ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ലൈൻ എന്നതിലേക്ക് പോയി. എന്നിട്ട് ലൈൻ സ്റ്റൈലിലെ കണ്ടിന്യൂസ് എന്നത് മാറ്റി നേരത്തെ പോലെ നൺ കൊടുത്ത് ഓക്കെ കൊടുത്തു. അതിന്റെ ലൈനും നഷ്ടമായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ റൗണ്ടഡ് റെക്റ്റാങ്കിളിന്റെ നടുവിലേക്ക് ഞാനൊരു ബട്ടർഫ്ലൈയുടെ ചിത്രം കൊണ്ടുവരാൻ പോകും. ബട്ടർഫ്ലൈയുടെ ചിത്രം ഞാൻ നേരത്തെ തന്നെ നെറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് ചിത്രം കൊണ്ടുവരാം. ചിത്രം കൊണ്ടുവരാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇൻസേർട്ട് ഇമേജ് കൊടുക്കുക. ഇൻസേർട്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത്, ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാക്കി ആ ഫോൾഡറിന്റെ അകത്താണ് സേവ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫോൾഡറിന്റെ പേര്. എന്നിട്ട് ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഞാൻ ബട്ടർഫ്ലൈ എന്നുള്ള ഇമേജ് എടുത്ത് ഓപ്പൺ കൊടുത്തു. അവിടെ ബട്ടർഫ്ലൈ. ഈ ബട്ടർഫ്ലൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് PNG ഫയലാണ്. PNG ഫയൽ എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറന്റ് ആയിരിക്കും. കണ്ടോ, എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ ഇല്ല. നമ്മൾ ചിലപ്പോൾ നെറ്റിൽ ഒരു ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കളറുള്ള ഇതൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ബട്ടർഫ്ലൈ .png എന്ന് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുമില്ലാത്ത ഇത് വരും. ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളറോ ഒക്കെ ഉള്ള ഇത് വരും. അപ്പൊ ഇതൊന്നും ഇല്ലാത്തതാണ്. ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതിന് ശേഷം. അപ്പൊ ഇത് അങ്ങനെയുള്ള ബട്ടർഫ്ലൈ ആണ്. ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഒന്നുമില്ല. ഞാൻ ഈ ബട്ടർഫ്ലൈനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ആവശ്യമുള്ളിടത്ത് മൂവ് ചെയ്യാം. ഞാനിത് റെഡിലേക്ക് കൊടുന്ന് ഇതിനൊന്ന് ചെറുതാക്കണം. ചെറുതാക്കാൻ ഇവിടെ കോർണറിൽ വന്നുകൊണ്ട് ഈ ഒരു ആരോക്കി വരുമ്പോൾ ഒന്ന് പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം. ഇത് തന്നെ കീബോർഡിലെ ആരോക്കി ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ കറക്റ്റ് ആവുന്നില്ലെങ്കിൽ കീബോർഡിലെ റൈറ്റും ലെഫ്റ്റും ബോട്ടം ടോപ്പ് ആരോ കീകൾ ഉണ്ടല്ലോ, ഷിഫ്റ്റ് കീയുടെ താഴെയിട്ടുള്ളത്, ആ ആരോ കീകൾ വെച്ചിട്ടും ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ വെച്ചു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു PNG ഇമേജ് അല്ല എനിക്ക് കിട്ടിയത്. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. ഇൻസേർട്ട് ഇമേജിൽ പോയിട്ട് ബട്ടർഫ്ലൈ .jpg ആണ്. ഒരു JPG ഇമേജ് ആണ് എനിക്ക് കിട്ടിയത്. കണ്ടോ, ഞാനൊന്ന് വലുതാക്കി കാണിക്കാം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളർ ഉണ്ട്. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളർ ഉണ്ട്. അപ്പൊ ഈ യെല്ലോ കളർ ഓൾറെഡി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വൈറ്റ് കളർ കൂടെ വരുമ്പോൾ ഒരു അരോചകമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാവുന്നത് ഈ വൈറ്റ് കളറിന് നമ്മൾ ലൈൻ കൊടുക്കുക എന്നുള്ളതാണ്. ലൈൻ കൊടുക്കൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ്? ഈ ബട്ടർഫ്ലൈയെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലൈൻ എന്നതിൽ പോവുക. ഇവിടെ നെണ്ണാണുള്ളത്, നമ്മൾ നേരത്തെ നെണ്ണ് കൊടുത്തിരുന്നു. ഈ നെൺ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലൈൻ ഡിസൈൻ കൊടുക്കുക. ഞാൻ ഈ ലൈൻ കണ്ടിന്യൂസ് എന്നുള്ള സ്റ്റൈൽ എടുത്തത്. ഇവിടെ കളർ ഡാർക്ക് ബ്ലൂ മാറ്റിയിട്ട് റെഡ് കളർ കൊടുത്തു. ഈ വിത്ത് ഞാൻ ഇത്തിരി കൂട്ടി കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പൊ ഒരു ഭംഗി വന്നു. ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം ഇതിന്റെ ഈ വൈറ്റ് കളർ മാറ്റുക എന്നുള്ളതാണ്. അതെങ്ങനെ മാറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബട്ടർഫ്ലൈയെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ടൂൾസ് എന്നതിലേക്ക് പോവുക. ടൂൾസ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കളർ റീപ്ലേസർ എന്ന് കാണാം. കളർ റീപ്ലേസർ ഒന്നുകൂടെ വരാൻ വഴി നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് മാറ്റാനാണ്. അതായത് ഈ ബട്ടർഫ്ലൈ എന്നതിനെ സെലക്ട് ചെയ്തുകൊണ്ട്
ടൂൾസ് എന്നതിൽ ചെന്ന് കളർ റീപ്ലേസർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഒരു വിൻഡോ വരും. സോഴ്സ് കളറ്, ടോളറൻസ്, റീപ്ലേസ് വിത്ത് എന്നൊക്കെ കാണും. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യത്തെ ഈ ചെക്ക് ബോക്സിൽ ഒന്ന് ചെക്ക് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെക്ക് വരും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഴ്സ് കളർ ഇവിടെ വ്യക്തമാണ്, വൈറ്റ്. സോഴ്സ് കളർ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ബട്ടർഫ്ലൈക്കുള്ള കളറ് വൈറ്റ് ആണ്. ആ വൈറ്റ് കളർ ഇവിടെ കാണാനുണ്ട്. നമുക്ക് ഈ വൈറ്റ് റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് വിത്ത് എന്നതിൽ ചെന്നുകൊണ്ട് ട്രാൻസ്പെറന്റ് എന്താണ് ഇവിടെ കാണുന്നത്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന്റെ താഴെ നമ്മുടെ ഇവിടെയുള്ള ബട്ടർഫ്ലൈയുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന്റെ താഴെ ഏതാണോ കളറ്, ആ കളറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഈ ബട്ടർഫ്ലൈയുടെ താഴെ ഉള്ളത് മഞ്ഞ കളറാണ്, യെല്ലോ കളർ. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് യെല്ലോ കളർ സെലക്ട് ചെയ്തുകൊണ്ട് റീപ്ലേസ് കൊടുത്തു. കണ്ടോ, ഇപ്പൊ ബട്ടർഫ്ലൈയുടെ വൈറ്റ് കളർ പോയി. ഇങ്ങനെയും നമുക്ക് ഇതിനെ മാറ്റാം. ഒന്നുകൂടെ പറയാം. അതിന് മുമ്പ് എനിക്ക് ഈ ബട്ടർഫ്ലൈ ഒന്ന് ക്രോപ്പ് ചെയ്യണമെന്നുണ്ട്, അതും കൂടെ ഒന്ന് പറയാം. അതായത് ബട്ടർഫ്ലൈയുടെ ഇവിടെ ഇത്രയൊക്കെ ഭാഗം എനിക്ക് വേണ്ട, ഒന്ന് ക്രോപ്പ് ചെയ്യണം. അതെന്താന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ ഒന്ന് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രോപ്പ് എന്നതിൽ ചെല്ലുക. എന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് നമുക്ക് ഏത് ഇതിലാണോ അതിന് പിടിച്ചുകൊണ്ട് നമുക്ക് ഇതിനൊന്ന് ഇങ്ങനെ ചെറുതാക്കി ക്രോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ആ ബട്ടർഫ്ലൈ മാത്രമേ വേണ്ടൂ, അത്രയും ക്രോപ്പ് ചെയ്തെടുക്കാം. എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അതായത് ബട്ടർഫ്ലൈയെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രോപ്പ് എന്നതിൽ പോവുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇതിന്റെ വശങ്ങളിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെറുതായി വരും. ഞാൻ നേരത്തെ ഇതിന്റെ കളർ മാറ്റിയത് ഒന്നുകൂടെ പറയാം. ബട്ടർഫ്ലൈയെ സെലക്ട് ചെയ്തു, ടൂൾസ് എന്നതിൽ പോയി, കളർ റീപ്ലേസർ എന്നതിൽ പോയി, സോഴ്സ് കളർ എന്നതിൽ ഇവിടെ ചെക്ക് ക്ലിക്ക് ചെയ്ത് ചെക്ക് കൊടുത്ത്, എന്നിട്ട് ഇവിടെ റീപ്ലേസ് വിത്ത് എന്നതിൽ വന്നുകൊണ്ട് നമ്മുടെ ബട്ടർഫ്ലൈയുടെ താഴെയുള്ള യെല്ലോ കളർ ഇവിടെ വന്നുകൊണ്ട് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം റീപ്ലേസ് എന്ന് കൊടുത്തപ്പോൾ ബട്ടർഫ്ലൈയുടെ വൈറ്റ് മാറി യെല്ലോ കളർ ആയി എന്നുള്ളതാണ് സത്യം. ഇത് ട്രാൻസ്പെറന്റ് ആയതല്ല, പിന്നെ എന്തായതാണ് യെല്ലോ ആയത്. എങ്ങനെ മനസ്സിലാവുന്നത്, ഈ ബട്ടർഫ്ലൈയെ പിടിച്ച് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഉണ്ടാവും ഈ യെല്ലോ കളറാണ്. അപ്പൊ യെല്ലോ കളർ ആയി എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ട്രാൻസ്പെറന്റ് ബട്ടർഫ്ലൈ പോലെ തോന്നും. ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഈ ഷേപ്പിന് താഴെ നമുക്ക് ഫറാഷ എന്നൊന്ന് എഴുതാം, ബട്ടർഫ്ലൈ എന്നൊന്ന് എഴുതാം. ഞാൻ ബട്ടർഫ്ലൈ ഒന്ന് മൂവ് ചെയ്ത് മുകളിലേക്കാക്കി ഒന്ന് കീബോർഡിൽ ആരോഗ്യം അമർത്തിക്കൊണ്ട് ആരോഗ്യം ഉപയോഗിച്ചൊന്ന് വശങ്ങളിലേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഡബിൾ ക്ലിക്ക്. ഈ ഡബിൾ ക്ലിക്ക് അടുപ്പിച്ചിട്ടായിരിക്കണം. ഉടനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതല്ലാതെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരിക, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള സാധനമാണ് വരിക. അപ്പോ അടുപ്പിച്ച് ഇതിൽ ഉടനെ ആയിട്ട് രണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൾസർ വരും. ഞാൻ ആ കൾസറിൽ ഒന്ന് എൻ്റർ അമർത്തി കുറച്ച് താഴത്തേക്ക് വരുത്തി. എന്നിട്ട് ഇവിടെ വന്ന് ലാംഗ്വേജ് ഇംഗ്ലീഷ് മാറ്റി അറബിക്ക് കൊടുത്തു. ഇനി അവിടെ വന്നിട്ടല്ലെങ്കിൽ എന്ത് ചെയ്താന്ന് അറിയാം, ആൾട്ട് സ്പേസ് ബട്ടൺ അമർത്തിയാലും നമുക്ക് ലാംഗ്വേജ് മാറ്റാൻ പറ്റും. ആൾട്ട് സ്പേസ് ബട്ടൺ അമർത്തിയാലും ലാംഗ്വേജ് മാറ്റാൻ പറ്റും. ആൾട്ടല്ല, വിൻഡോസ് സ്പേസ് ബട്ടൺ, സോറി ആൾട്ടല്ല, വിൻഡോസ് സ്പേസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ലാംഗ്വേജ് മാറ്റാൻ പറ്റും. ഞാൻ അറബി കൊടുത്ത് ഷേപ്പിൽ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫറാഷ എന്ന് ടൈപ്പ് ചെയ്തു. ഈ ടൈപ്പ് ചെയ്തതിന് ഞാനൊന്ന്
സെലക്ട് ചെയ്യാണ്, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫറാഷ എന്നതിന് സെലക്ട് ചെയ്തു. ഇനി അതിനൊന്ന് വലുതാക്കി കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ റൈറ്റിൽ വന്ന് പ്രോപ്പർട്ടീസ് എന്നതിലേക്ക് വരിക. പ്രോപ്പർട്ടീസ് എന്നതിൽ വന്ന് ഇവിടെ അഞ്ജലി ഓൾഡ് ലിപി എന്ന് കാണാം. അവിടെ വന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടൊക്കെ മാറ്റി കൊടുക്കാം. ഞാൻ വേറൊരു ഫോണ്ട് മാറ്റി അതിന്റെ ഫോണ്ട് സൈസ് കൂട്ടിക്കൊടുത്തു. ഇവിടെ വന്ന് ഫോണ്ട് സൈസ് കൂട്ടിക്കൊടുത്തു. ഇവിടെ വന്നാൽ ഈ ഫോണ്ടിനെ ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ ഉള്ളതാക്കാം, ഒക്കെ ചെയ്യാം. ഞാൻ എന്തായാലും ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫോണ്ട് കളറ് മാറ്റാൻ പറ്റും. ഞാൻ കളറ് റെഡ് കൊടുത്തു. എന്നിട്ട് ഇതിനെ ഒന്നുകൂടെ താഴത്തേക്ക് വരെ എന്ത് ചെയ്യണം, ഇവിടെ ഈ ഷേപ്പിൽ ഒന്നുകൂടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആരോക്കി അമർത്തിക്കൊണ്ട് മുകളിലേക്ക് ചെല്ലുക. എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ആ ഫറാഷത്ത് താഴത്തേക്ക് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഇവിടെ റീഡിംഗ് കാർഡ് എന്ന് എഴുതാം, ഇവിടെ നമ്മുടെ സ്കൂളിന്റെ പേര് എഴുതാം. അപ്പൊ എങ്ങനെ, ഇതിപ്പോ നമ്മൾ ഷേപ്പിൽ ഫറാഷത്ത് എന്ന് എഴുതാൻ നമ്മൾ ഈ ഷേപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല, പേജിന്റെ ഭാഗം. അപ്പൊ അവിടെ നമുക്ക് റീഡിംഗ് കാർഡ് എന്ന് എഴുതണം. അപ്പൊ അതിനെന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്ന് കാണാം. ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ ഒരു ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ബോക്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ റീഡിംഗ് കാർഡ് എന്ന് എഴുതണം. റീഡിംഗ് കാർഡ് എന്നത് എഴുതിയിട്ട് റീഡിംഗ് കാർഡിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിലൊരു കാര്യം കൂടെ പ്രത്യേകിച്ച് പറയാനുള്ളത്, റീഡിംഗ് കാർഡ് എന്ന് പറയുമ്പോൾ 2 വാക്കുകളുണ്ട് അല്ലെ. ഇവിടെ റീഡിംഗ് എന്നതൊരു വാക്ക്, കാർഡ് എന്നത് മറ്റൊരു വാക്ക്. അപ്പൊ കാർഡ് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർഡ് മാത്രമേ സെലക്ഷൻ ആകുള്ളൂ. നമ്മളൊരു സെന്റൻസ് സെലക്ഷൻ നടത്തണമെങ്കിൽ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ മതി. 1 2 3 3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു സെന്റൻസ് സെലക്ഷൻ ആവുന്നത്. ഈ സെന്റൻസിൽ നമ്മൾ ഇവിടെ വന്നിട്ട് നേരത്തെ അതേപോലെ ഫോണ്ട് സൈസ് കൂട്ടാം, ഫോണ്ട് സൈസ് മാറ്റാം, ഒക്കെ ചെയ്യാം. അതല്ലെങ്കിൽ ഫോണ്ട് സൈസ് കൂട്ടാൻ ബാക്ക് സ്പേസിന്റെ താഴത്ത് പി എന്നുള്ള കീയുടെ തൊട്ടപ്പുറത്ത് വന്നിട്ട് ആ ഒരു ബ്രാക്കറ്റിന്റെ ചിഹ്നമുണ്ട്, കൺട്രോൾ കീ അമർത്തി പിടിച്ചുകൊണ്ട് അത് ചെയ്താലും മതി. അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഫോണ്ട് സൈസ് വന്നിട്ട് ഒരു 40 കൊടുത്തു. അപ്പൊ 40 കൊടുത്തപ്പോ ഇങ്ങനെ വന്ന സമയത്ത് ഈ ബോക്സ് ടെക്സ്റ്റ് ബോക്സ് ഒന്ന് പിടിച്ച് വലുതാക്കിയപ്പോൾ റീഡിംഗ് കാർഡ് എന്ന് ഇവിടെ വന്നു. ഈ ടെക്സ്റ്റ് ബോക്സിനെ പിടിച്ച് നമുക്ക് താഴത്തേക്കും മുകളിലേക്കൊക്കെ ആക്കാം. ഈ റീഡിംഗ് കാർഡ് എന്നതിന് അലൈൻമെന്റ് സെന്റർ കൊടുക്കാം, ഒക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ റീഡിംഗ് കാർഡ് എന്ന് സെലക്ട് കൊടുത്തു. ഇനി ഇവിടെ ഇതേപോലെ നമുക്ക് നമ്മുടെ സ്കൂളിന്റെ പേര് കൊടുക്കാം. അതിന് നമ്മൾ ഈ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സിൽ വന്ന് ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ സ്കൂളിന്റെ പേരും കൺട്രോൾ എ അമർത്തിയാലും അത് സെലക്ഷൻ ആവും. ടെക്സ്റ്റ് സെലക്ഷൻ ആവാം, കൺട്രോൾ എ അമർത്തിയാലും മതി. എന്നിട്ട് ഇവിടെ വന്നുകൊണ്ട് നമ്മൾ സൈസ് കൂട്ടി കൊടുത്തു. ഈ ഷേപ്പ് പിടിച്ചൊന്ന് നീളത്തിലാക്കി ഇവിടെ മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അതൊന്ന് സെലക്ട് ചെയ്ത് ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കാം. ഫോണ്ട് ഒന്ന് മാറ്റി കൊടുത്തു. എന്നിട്ടൊന്നുകൂടെ മൂവ് ചെയ്ത് ഇങ്ങനെ വെച്ചു. ഈ തരത്തിലാണ് നമ്മൾ ചെറിയൊരു റീഡിംഗ് കാർഡ് തയ്യാറാക്കിയത്. റീഡിംഗ് കാർഡ് അല്ല, പോസ്റ്ററുകളും നമുക്ക് ഇതേപോലെ ചെയ്യാം. പോസ്റ്ററുകളിൽ ചെയ്യാൻ നമുക്ക് പിക്ചർ വരുത്തണമെങ്കിൽ ഇവിടെ വന്നിട്ട് പിക്ചർ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളൊക്കെ എടുത്ത് പേജ് ഡിസൈൻ ചെയ്യാം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ
പറയുന്നത്, ഞാനിപ്പോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സ്ക്രീൻ ഷെയറിങ് നിർത്തുകയാണ്. ഞാൻ മൈക്ക് അധ്യക്ഷന് കൈമാറി. ഹലോ, അസ്സലാമു അലൈക്കും. ആ മുഹമ്മദ് സാറ് ക്യാമറ ഓഫ് ചെയ്യ്. വളരെ ക്യാമറ. ആ സാറ് പറഞ്ഞോളൂ. എന്തെങ്കിലും ഹലോ. സംശയങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇനി വരും, അനീസ് സാർ ഇടും. അപ്പൊ ഒന്നുകൂടെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. വളരെ വളരെ വ്യക്തമാണ്. ഇന്നത്തെ ഷിഹാബ് സാറിന്റെ ക്ലാസ് വളരെ വ്യക്തമായിട്ടുണ്ട്. എന്നാലും പിന്നെ കുറേയേറെ സംശയങ്ങൾ ഉണ്ടാവാം. അത് പരിഹരിക്കാൻ വീഡിയോ കൂടി ഇടുന്നത് കൊണ്ട്